ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും പൊതുതെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാ ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന വലിയൊരു മത്സരം, അത്തരം കണക്കാക്കിയാൽ മതി. ഇപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് CPM ജയിച്ചു. അത് കേരള സംസ്ഥാനത്തിൻ്റെ പൊതുവായ ചിത്രമുണ്ടോ? ഇല്ല. പാലക്കാട് UDF ജയിച്ചു. രാഹുൽ മാങ്കൂട്ടം MLA, അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിനില്ല. പിന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും ചെറിയ ഒരു ജാള്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയാൻ പറ്റിയില്ല. നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് ആയത് എങ്ങനെയാണ്? അത് ആര്യാടൻ്റെ ഒരു കോട്ടയാണ്. ഒരു തവണ TK ഹംസയെ നിർത്തി ഫ്ലൂക്കിൽ ആ സീറ്റ് ജയിച്ചു. അതുപോലെ മറ്റൊരു ഫ്ലൂക്കിൽ PV അൻവർ 2 തവണ ജയിച്ചു. അതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ LDF സന്തോഷിക്കുകയാണ്. കാരണം PV അൻവറിനെ പോലും ഒരു വേതാളത്തിന് കഴുത്തിൽ നിന്ന് ഇറക്കാൻ സാധിച്ചല്ലോ. ഈ സിൻബാദിൻ്റെ കഥയിലെ കടൽക്കിഴവൻ്റെ പോലെയാണ്. കഴുത്തിൽ കയറി ഇരുന്നിട്ട് ചെയ്യുന്ന എല്ലാവിധ വൃത്തികേടുകൾക്ക് ഇവർ ഉത്തരവാദിത്വം പറയേണ്ടവർ. ഇപ്പോൾ ആ ഒരു ഉപദ്രവമില്ല. ഒരു സീറ്റ് പോയാൽ പോയി, അത്രയേ ഉള്ളൂ. ഇവിടെ അരൂർ സീറ്റ് പോയില്ലേ CPMൻ്റെ? എന്നിട്ട് അത് സംഭവിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അരൂര് തിരിച്ചു പിടിച്ചു. അരൂര് പോലെ അഭിമാനമായിട്ടുള്ള സീറ്റൊന്നും അല്ലല്ലോ. അരൂരെന്ന് വെച്ചാൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ഗൗരിയമ്മ കാലാകാലങ്ങളിൽ ജയിച്ചിരുന്ന സീറ്റാണ്. പിന്നെ ഗൗരിയമ്മയെ തന്നെ തോപ്പിച്ച് CPM തിരിച്ചു പിടിച്ച സീറ്റാണ്. അരൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു എന്ന് വെച്ചാൽ LDFന് വല്ല ക്ഷീണവും സംഭവിച്ചു? ഇല്ല. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ വീണ്ടും ഷാനിമോൾ ഉസ്മാനെ തോപ്പിച്ച് ആ സീറ്റ് LDF തിരിച്ചു പിടിച്ചു.